Hi friends, Assalamualaikum. Bismi channel എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ടൊരു ഈസി സ്നാക്കിന്റെ റെസിപ്പി ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ് എന്നാൽ കുറച്ച് വെറൈറ്റി ആണ്. നല്ല ടേസ്റ്റും ആണ് കഴിക്കാനായിട്ട്. ചൂട് ചായക്കൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് ട്ടോ. കുട്ടികൾക്ക് 10 മണിക്ക് സ്നാക്ക് ആയിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി ആയിട്ടാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് 5 ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഈ 5 ബ്രെഡ് എടുത്തിട്ടുള്ളത് ഈ 5 ബ്രെഡ് നമുക്ക് ഇതുപോലെ കൈകൊണ്ടൊന്ന് പിച്ച് കീറിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ബ്രെഡ് പൊടിച്ചിട്ട് ചേർത്താൽ മതിയെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പിച്ച് കീറിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചേർത്ത് കൊടുത്താലും ഒരു കുഴപ്പമൊന്നുമില്ല. ഈ 5 ബ്രെഡും ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇപ്പൊ ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് അത്ര മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ റെസിപ്പിയിലേക്ക് ഒരുപാട് പാല് ചേർത്ത് കൊടുക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതോ വെക്കാത്തതോ ആയ ഏത് കോഴിമുട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച് വിചാരിച്ചിട്ടും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. ഞാൻ 10 രൂപയുടെ 2 പാൽപ്പൊടി പാക്കറ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പാൽപ്പൊടി പാക്കറ്റ് 2 പാക്കറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നത്. എന്നാൽ ഒരുപാട് കളറൊന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത് വേണ്ട, മഞ്ഞൾപ്പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇങ്ങനെ കൈകൊണ്ട് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിങ്ങനെ മിക്സാക്കി നോക്കിയിട്ട് നമുക്ക് ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരുപാട് ടൈറ്റായി പോവുകയാണെങ്കിൽ നമുക്ക് പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ബ്രെഡൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾ ആദ്യം ബ്രെഡ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നട്ട്സ്, ഏത് നട്ട്സ് വേണമെങ്കിലും വളരെ കുഞ്ഞാക്കി കട്ടാക്കി എടുത്തിട്ട് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് എനിക്ക് പരുവം പോരാ. അപ്പോൾ ഇതിലേക്ക് ഒരു ബ്രെഡ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ബ്രെഡ് കൂടെ ചേർക്കുന്നുണ്ട്. മൊത്തം ഇതിലേക്ക് 6 ബ്രെഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് പൊടിച്ച് കൈകൊണ്ട് പൊടിച്ച് ഇങ്ങനെ നിരട്ടിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മുടെ ചപ്പാത്തി മാവ് പോലെ ടൈറ്റ് ആകുമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. ഈ രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. എന്നാൽ വെച്ചാൽ കയ്യിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ചെറിയൊരു ഒട്ടലൊക്കെ ഉണ്ടാവും, ബ്രെഡല്ലേ, ചെറിയ ഒട്ടലൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നെയ്യ് ചേർത്തിട്ടില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ചേർത്താൽ ഈ നെയ്യുടെയൊക്കെ ഫ്ലേവർ നമ്മുടെ ഈ ഒരു സ്നാക്കിന് കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. പശു നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ചിലർക്ക് ഈ പശു നെയ്യിൻ്റെ ടേസ്റ്റ് ഒന്നും പറ്റുണ്ടാവില്ല അല്ലേ. അങ്ങനത്തെവർക്ക് പശു നെയ്യ് ഒഴിവാക്കാം. പകരം ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത്. വെളിച്ചെണ്ണ ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നെയ്യ് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള പാല് നമുക്ക് വേണ്ട കേട്ടോ, അതവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഇതുപോലെ ഒരു ചിൻചിട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കിയാൽ ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ഇത് ഓയിൽ തന്നെയാണ് ഇതിന് നല്ല ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം ഞാനൊരു 2-3 രീതിയിൽ ഇത് ഫ്രൈ ആക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ഇതുപോലെ ഉണ്ട പോലെയാണ് ഞാനിതിവിടെ ഫ്രൈ ആക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ച് ഇത് വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഈ രീതിയിൽ കണ്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, കയ്യിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കണമൊന്നുമില്ലല്ലോ. കൈയൊന്ന് കഴുകിയിട്ട് പിന്നെ നമ്മളിങ്ങനെ ഉരുട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമ്മൾ നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തീരെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം.
ഫ്ലെയിം നമ്മൾ ഒരു മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ചിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. എന്താണോ ഈ ബ്രെഡ് അല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ബ്രെഡ് പെട്ടെന്ന് കരിയുന്ന സാധനമാണല്ലോ. അപ്പോൾ മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറക്കുക, എന്നാൽ ഓയിലേക്ക് മാറ്റുകയും ചെയ്യരുത്. അതായത് എണ്ണ ഒരുപാട് ചൂടായി പോകരുത് എന്നാണ് കേട്ടോ പറഞ്ഞത്. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ബ്രെഡൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന ചേരുവല്ലേ, ബ്രെഡും ഉണ്ടാവും, പഞ്ചസാരയും പാലും മുട്ടയൊക്കെ സാധാരണ നമ്മുടെ വീട്ടിൽ കാണൂലേ. അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാവുന്ന, വളരെ എളുപ്പത്തിൽ ഈസിയായി ചെയ്താവുന്ന ഒരു സ്നാക്കാണ്. ഒരു ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകൾ മാത്രമാണ് വരുന്നത്. രണ്ടാമത്തെ ഷേപ്പ് ഇതുപോലെ നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കൂലേ, ആ രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഞാൻ ഒരെണ്ണം കൂടി അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആദ്യം ഇട്ടത് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് കോരിയെടുക്കാം. ഫ്ലെയിമിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കൂ കേട്ടോ. ഇനി അടുത്തത് നമുക്ക്, ഞാൻ ഇതുണ്ടാക്കുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ നുള്ളിയിട്ടിട്ടാണ് കേട്ടോ അത് ഞാൻ ഫ്രൈ ആക്കി എടുക്കല്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു പ്ലേറ്റ് നിറയെ നമുക്ക് ചായക്കടി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെ നുള്ളിയിട്ടാണ് ഞാൻ ഇവിടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കല്. അപ്പം ഞാൻ വേറെ 2 ഷേപ്പും കൂടി കാണിച്ചു തന്നു മാത്രം. നിങ്ങൾക്ക് ഇതിൽ 3 ഷേപ്പിൽ ഏതാണോ കൂടുതൽ ഇഷ്ടമായത് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ആലങ്ങ ഉണ്ട പോലെ ചെറിയ ഉണ്ടയാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും കേട്ടോ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. എന്നാലും നമുക്കിത് കുറേ ഒരു പാത്രം നിറയെ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ എന്താ പറയുക, കുട്ടികൾക്ക് 10 മണിക്കൊക്കെ സ്നാക്ക് കൊടുത്തു വിടുന്ന കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് സ്നാക്കായിട്ട് നമുക്കിത് കൊടുത്തു വിടാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. പെട്ടെന്നൊരു ചായക്കടിയൊക്കെ തയ്യാറാക്കാൻ ഇല്ലെങ്കിൽ, സ്നാക്കൊന്നും തയ്യാറാക്കാനില്ല, ബ്രെഡ് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. കണ്ടോ, ഇതൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്നായി വരും, ഉള്ളി ഇടുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടിക്കോളും. എന്നിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഈ ഒരു സ്നാക്ക് എണ്ണ കുടിക്കും എന്നുള്ളൊരു പേടിയും വേണ്ട കേട്ടോ. എണ്ണയൊന്നും കുടിക്കൂല. ഇത് ബ്രെഡ് ആയതുകൊണ്ട് എണ്ണ കുടിക്കുമെന്നൊരു പേടി ഉണ്ടാവും. അങ്ങനെയൊന്നും പേടിക്കണ്ട, ഇത് എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. അപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാതും ഞാൻ ഇതുപോലെ നുള്ളിയിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വലിയ ഉണ്ട ബോൾ പോലെ ഉണ്ടാക്കിയതാണിത്. ഇത് കണ്ടോ, ഇതിൻ്റെ പുറം കുറച്ച് ക്രിസ്പി ആയിരിക്കും. ഇത് ചൂടോടെ തന്നെയാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ പുറം ഒന്നും കൂടി ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. കണ്ടോ, ഇതിങ്ങനെ കണ്ടില്ലേ, എന്താ അരിരപ്പം പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ, നല്ല അടിപൊളിയാണ്. ഇങ്ങനെയാണ് സ്ഥിരമായിട്ട് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ കുട്ടികൾക്ക്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.